ഗുഡ് ഈവനിങ് ഓൾ. ഫോറിൻ്റെ ഫ്ലോ ചാർട്ടിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന് കുറച്ച് പേര് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊരു ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതാണ് നമ്മളുടെ സ്യൂഡോ കോഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റാർട്ട് കൊടുക്കണം. സോ സ്റ്റാർട്ടിൻ്റെ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കണം. സോ ഇൻപുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പാരലോഗ്രാം വരച്ചു. സോ ദിസ് ഇസ് ദ ഇൻപുട്ട് ഫോർ ദിസ് വേരിയബിൾ എൻ. സോ ഇൻപുട്ട് എൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫോർ ലൂപ്പാണ് വരുന്നത്. അപ്പോൾ ഫോർ ലൂപ്പ് വരുമ്പോഴേക്കും ഫോർ ലൂപ്പിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ഒരു ഹെക്സഗണൽ ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ നമ്മൾ വേരിയബിളിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഇവിടുത്തെ വേരിയബിളിൻ്റെ പേര് എന്താണ്? ഐ ആണ്. ഇനി ഐയുടെ ഇനീഷ്യൽ വാല്യൂ ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഐയുടെ നമ്മൾ ലൂപ്പിൽ കൊടുത്തേക്കുന്ന ഫൈനൽ വാല്യൂ ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഐക്ക് വരുന്ന അപ്ഡേഷൻ, ഐ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ തൊട്ട് താഴെ കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫോർ ലൂപ്പിനകത്ത് ഒരു ഫോർ ലൂപ്പിന് കറസ്പോണ്ടിട്ടുള്ള ഫ്ലോ ലൈനായിട്ട് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലോർ ലൂപ്പിനകത്ത് ആകെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. എന്താണത്? സം ഇസിക്കൽ ടു സം പ്ലസ് ഐ മാത്രം. അപ്പോൾ നമുക്ക് അതൊരു സ്ക്വയർ ബോക്സിനകത്ത് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ബോക്സിനകത്ത് നമുക്ക് കൊടുക്കാം. സം ഇസിക്കൽ ടു സം പ്ലസ് ഐ. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ ഈ ഐയുടെ വാല്യൂവിനനുസരിച്ച് ഈ വാല്യൂ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ വി വോണ്ട് ടു ലൂപ്പ് ബാക്ക് ടു ദിസ് ബ്ലോക്ക്. ഈ ബ്ലോക്കിനകത്തേക്ക് നമ്മൾ വീണ്ടും ചെല്ലും. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോഴേക്കും ഐയുടെ വാല്യൂ 1 ആയിരുന്നത് വീണ്ടും 2 ആവും, 3 ആവും, 4 ആവും, എക്സെട്ര ടു n വരെ പോകും. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ ചുമ്മാ കാണിക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. നിങ്ങളൊരിക്കലും ഇങ്ങനെ 2, 3 സംഭവങ്ങളൊന്നും എഴുതരുതേ. ഇങ്ങനെയാണ് നമ്മളുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലൂപ്പിൽ നിന്ന് കണക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ഐയുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. സോ ഐയുടെ വാല്യൂ വാലിഡേറ്റ് ചെയ്ത് എൻ്റെ വാല്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത ലൂപ്പിന് പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതെന്താണ്? പ്രിൻ്റാണ്. സോ ഞാൻ എന്ത് ചെയ്തു? പ്രിൻ്റായി കൊടുത്തു. ഓക്കെ, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണം. സോ സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പോവാണ്. സോ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോപ്പിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. സോ സ്റ്റോപ്പ് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ സം ഇസിക്കൽ ടു സം പ്ലസ് ഐയും ചെയ്യണം, പിന്നെ എക്സ് ഇസിക്കൽ ടു എക്സ് പ്ലസ് 1 ചെയ്യണമെന്ന് വെച്ചാൽ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ ഫോർ ലൂപ്പിന് താഴെയായിട്ട് എഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ലൂപ്പ് ബാക്ക് ചെയ്യാം. ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ സെക്ഷൻ മാത്രം ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ ആണ് വേരിയബിളിൻ്റെ പേര്. ഐക്ക് വരുന്ന അപ്ഡേഷൻ 1 വെച്ചിട്ടാണ്. ഐ 1 ആണ് ഇനീഷ്യൽ വാല്യൂ, n വരെ പോകുന്നതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ചെയ്യുന്ന എന്താണ്? സമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ സം ഇസിക്കൽ ടു സം പ്ലസ് ഐ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന എന്താണ്? എക്സ് ഇസിക്കൽ ടു എക്സ് പ്ലസ് 1. സോ എന്ത് ചെയ്യാം? എക്സ് ഇസിക്കൽ ടു എക്സ് പ്ലസ് 1 കൊടുത്തു. എന്ത് വേണമെങ്കിലും ഉണ്ടെങ്കിൽ എഴുതാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ഐയുടെ കണ്ടീഷൻ ചെക്കിങ്ങിലോട്ട് പോകും. ആ കണ്ടീഷൻ വിത്തിൻ ദ ലിമിറ്റ് ആണെങ്കിൽ നമ്മുടെ ലൂപ്പിനകത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും എങ്ങോട്ടേയും ലൂപ്പിനകത്തേക്ക് കയറും. ഈ പ്രോസസ്സ് ഇങ്ങനെ സൈക്ലിക്കായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഐയുടെ വാല്യൂവിനെ പ്രിൻറ്റ് ചെയ്യും. സോ വി വാണ്ട് ടു ഡിസ്പ്ലേ ഇത് വാല്യൂവിന് ഐ പ്രിൻ്റ് ആയി കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലൂപ്പിൻ്റെ കേസിലുള്ള ഫ്ലോ ചാർട്ട് യൂസിങ് ഫോർ ലൂപ്പ്.